തീർച്ചയായിട്ടും വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഗൾഫ് രാജ്യങ്ങളിലെ ഓരോ ഇടങ്ങളിലും ഓരോ മിസൈൽ പതിക്കുമ്പോഴും കേരളത്തിലെ ഓരോ ഗ്രാമങ്ങളിലെയും മനുഷ്യരുടെ മനസ്സുകളിലാണ് തീ ഉയരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഗൾഫിൽ ആളുകളില്ലാത്ത ഒരു ഗ്രാമവും ഈ കേരളത്തിലില്ല. എല്ലാ വീടുകളും ഏതെങ്കിലും തരത്തിൽ ഒരു ഗൾഫുകാരനുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പം കേരളത്തിലെ മുഴുവൻ വീടുകളിലും മുഴുവൻ മനുഷ്യരിലും ഭീതി പടർത്തിക്കൊണ്ടാണ് ഇപ്പം ഈ യുദ്ധം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മലയാളിയെ സംരക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഇടപെടൽ ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാവണം. യുദ്ധവിരുദ്ധ പ്രസ്ഥാനത്തിന്റെ മുന്നണിയിൽ ഇന്ത്യ നിന്നൊരു കാലമുണ്ടായിരുന്നു. ആ യുദ്ധവിരുദ്ധ നിലപാടുകളുമായി ഇന്ത്യ ആ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. അങ്ങേയറ്റത്തെ അപകടകരമായ അവസ്ഥ ലോകത്ത് സംജാതമാകുമ്പോൾ ലോകത്തിന്റെ ഓരോ മുക്കിനും മൂലയിലും സ്വന്തം കുടുംബം പോറ്റുന്നതിനും ജീവിതം പച്ചപിടിപ്പിക്കുന്നതിനുമായി പോയിരിക്കുന്ന ആളുകളുണ്ട്. അവരെ ഓർത്തുള്ള ആധികളും വ്യാധികളും ഉണ്ടാവുന്നു എന്നുള്ളത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എവിടെയോ പൊട്ടുന്ന ബോംബുകളോ എവിടെയോ പതിക്കുന്ന മിസൈലോ ഇതിനപ്പുറത്തേക്ക് കേരളത്തിലെ ഓരോ കുടുംബങ്ങളിലേക്കും ദുരന്തവും ദുരിതവും എത്തുന്ന തരത്തിലേക്കാണ് ഭീതി ഇന്ന് ഉണ്ടായിരിക്കുന്നത്. ആ ഭീതി അകറ്റുന്നതിനുള്ള ഇടപെടൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അത് ആ രാജ്യങ്ങളിൽ ബന്ധപ്പെടുകയോ എംബസികളിൽ ബന്ധപ്പെടുകയോ യുദ്ധം പാടില്ല എന്നുള്ള ഒരു നിലപാട് ഇന്ത്യയെ പോലുള്ള രാജ്യം എടുക്കേണ്ടത് അനിവാര്യമാണ്. അമേരിക്ക കാണിക്കുന്ന അങ്ങേയറ്റം നികൃഷ്ടമായ എന്ത് വാക്കാണ് അറിയില്ല, ആ നികൃഷ്ടമായ രീതി നമ്മുടെ ലോകത്ത് ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നതിനുള്ള ഇടമെടുത്തുകയാണ്. കുഞ്ഞുങ്ങളെ കൊല്ലുക എന്നത് ഏത് യുദ്ധത്തിന്റെ നീതിയാണെന്ന് മനസ്സിലാവില്ല. കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളുകൾക്കൊക്കെ ബോംബിട്ട് വർഷിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് അതിനെല്ലാം യുദ്ധം എന്ന് മാത്രം പറഞ്ഞു നിർത്താൻ പറ്റുക? യുദ്ധത്തിന്റെ ആത്യന്തികമായ ഫലം എന്ന് പറഞ്ഞാൽ കബന്ധങ്ങളുടെ കണക്കെടുപ്പ് മാത്രമായിരിക്കും. ഇന്നേ വരെയും ഒരു യുദ്ധത്തിലും വിജയം പറയാൻ പറ്റുകയില്ല. വിജയികളല്ല, മരണസംഖ്യയുടെ കണക്കുകൾ മാത്രമാണ് എവിടെയും ഉയർന്നു നിൽക്കുന്നതല്ല. അങ്ങനെ ഓരോ രാജ്യത്തിന്റെയും മരണസംഖ്യയുടെ കണക്കുകൾ പറഞ്ഞ ഒന്നായി നിൽക്കുന്നിടത്ത് ഈ ആധുനിക കാലത്ത് നമുക്ക് ഇത്തരം രീതികളിലേക്ക് പോകുന്നത് ഒട്ടും ഗുണകരമാവുന്ന ഒരു കാര്യമല്ല. ഇന്ത്യ നിലപാട് സ്വീകരിക്കേണ്ട ഇത്തരം കാര്യത്തിലാണ്. ചേരിചേരാ നയത്തിന്റെ ഏറ്റവും വലിയ വക്താക്കളായി ഇന്ന രാജ്യമാണ് ഇന്ത്യ. ആ നയങ്ങളെല്ലാം കുഴിച്ചു മൂടപ്പെടുന്ന രീതി ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. യുദ്ധം നമ്മളെ തന്നെ നേരിട്ട് ബാധിക്കുമ്പോൾ യുദ്ധവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അടിയന്തരമായി ഇടപെടൽ തീർക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ ചെയ്യുന്നത് പോലുള്ള കൺട്രോൾ റൂമുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവണം. ഈ രാജ്യങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്ന മലയാളികളുടെ ജീവിതം സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്താൻ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് കഴിയണം. അവിടങ്ങളിലേക്ക് ആളുകളെ അയച്ചിട്ട് ഈ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ എത്രമാത്രം അത് കഴിയുമെന്നുള്ളതിനെക്കുറിച്ച് പരിശോധന നടത്തണം. ബന്ധപ്പെട്ട ഇടങ്ങളിൽ പ്രയാസമേറെ ഉള്ള ഇടങ്ങളിൽ നിന്ന് അടിയന്തരമായി അവരെ നാട്ടിലേക്ക് എത്തിക്കുന്നതിന് ഇവാക്വേഷൻ ഫലപ്രദമാവേണ്ടതുണ്ടെങ്കിൽ അത്തരം കാര്യം ഇടപെടണം. അങ്ങനെയെല്ലാം ഫലപ്രദമായി ഇടപെടാൻ കഴിയുന്ന ഒരു സംവിധാനത്തെ രൂപപ്പെടുത്തിയെടുക്കേണ്ടത് അനിവാര്യമാണ്. ഇല്ല, കേരള ഗവൺമെന്റ് തന്നെ നോർക്ക ബന്ധപ്പെട്ട ഇടങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇന്ത്യ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. മലയാളി സംഘടനകളുമായി സമൂഹങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഞാൻ അടക്കമുള്ളവർ നിരവധിയായ രാജ്യങ്ങളിലെ മലയാളി സംഘടനകളുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. എല്ലാവരും വീടുകൾക്കുള്ളിൽ കഴിയുകയാണ്. പുറത്തേക്ക് ഒന്നും ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. വ്യാഴാഴ്ച വരെയും സ്കൂളുകൾക്ക് പലയിടങ്ങളിലും അവധി കൊടുത്തിരിക്കുകയാണ്. CBSE പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളുടെ കാര്യമുണ്ട്. വ്യാഴാഴ്ച പരീക്ഷയുണ്ട്. മാറ്റിവെപ്പിന്റെ അറിയിപ്പ് കിട്ടിയിട്ടില്ല. അപ്പം പലതരത്തിലും ഒരു വഴിക്കൂടെ യുദ്ധത്തിന്റെ ഭീതി, കുഞ്ഞുങ്ങളുടെ ഭാവി, അതിനെല്ലാം കണക്കിലെടുത്തുകൊണ്ട് മലയാളി കുടുംബങ്ങൾ ആ കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട്. നമ്മുടെ മുമ്പിൽ വന്ന കാര്യങ്ങളെല്ലാം അപ്പോൾ തന്നെ കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. ആ കാര്യത്തിൽ ഇടപെടൽ ഉണ്ടാവണമെന്ന് അറിയിക്കുന്നുണ്ട്. പ്രത്യേകമായ ടീമുകളെ ഉൾപ്പെടെ അയച്ച് ഈ കാര്യത്തിൽ ഇടപെടാൻ കേന്ദ്ര ഗവൺമെന്റ് സന്നദ്ധത കാണിക്കണം, ഇടപെടൽ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ യുദ്ധത്തിൽ ഇടപെട്ട് യുദ്ധം അവസാനിപ്പിക്കുന്നതിനാവശ്യമായ ഇടപെടൽ തീർക്കാൻ ഒരു രാജ്യം എന്നൊരിടത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ഇടപെടലും അനിവാര്യമായ കാര്യമാണ്. ഗാലറിയിലിരുന്ന് കാണുക എന്നതല്ല വേണ്ടത്. യുദ്ധം തീർച്ചയായിട്ടും ഉണ്ടാക്കുന്നത് പ്രതിസന്ധികളും പ്രയാസങ്ങളും തന്നെയാണ്. ഇപ്പോൾ തന്നെ നമുക്ക് ഭീതി ഉണ്ടാകുമ്പോൾ ആലോചിച്ച് നോക്കുക, എത്രമേൽ ഒരു ഗുരുതരമായ സ്ഥിതിവിശേഷത്തിലാണ് എത്തുക എന്ന് ആലോചിച്ച് നോക്കുക. അത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്ന രീതിയിലേക്കല്ല ഇതെല്ലാം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സാമ്രാജ്യത്വം ഇത്തരത്തിൽ കാണിക്കുന്ന ക്രൂരതകൾ, അവരുടെ കണ്ണിൽ ചോരയില്ലാത്ത നിലപാടുകൾ, അതൊക്കെ വീണ്ടും നമ്മുടെ മുമ്പിൽ തുറന്നു കാട്ടുകയാണ്. ഇതിനെയൊക്കെ എതിർക്കേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്.
ഇല്ലില്ല, ഇസ്രയേലിനൊപ്പം അങ്ങനെ നിൽക്കാൻ പറ്റില്ല. ഇസ്രയേലിന്റെ രാഷ്ട്രീയ നിലപാടുകൾ, ഇസ്രയേൽ സ്വീകരിക്കുന്ന ജനവിരുദ്ധ നിലപാടുകൾ, അതിനോടൊപ്പം ഒന്നും അല്പം പോലും നമുക്ക് യോജിക്കാൻ കഴിയുകയില്ല. അവർക്ക് വേറെ മറ്റു പല മെച്ചമുണ്ടാകുന്ന കാര്യങ്ങളുണ്ടാകും. പക്ഷേ എന്നാൽ ഇസ്രയേൽ കാണിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളും ഇസ്രയേലിന്റെ ഭരണ നിലപാടുകളും മറ്റ് രാജ്യങ്ങളോട് അനുവർത്തിക്കുന്ന സമീപനങ്ങളുമെല്ലാം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഗാസ ഇപ്പോഴും കണ്ണുനീർ വാർത്തുകൊണ്ട് നിൽക്കുകയാണ്. എങ്ങനെയാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ മണ്ണിൽ നിന്നിട്ട് ആർഷഭാരതത്തെക്കുറിച്ച് പേർത്തും പറഞ്ഞ പ്രധാനമന്ത്രിക്ക് എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ അടക്കം കൊന്നു തള്ളുന്ന ഒരു ഭരണകൂടത്തിനൊപ്പമാണ് ഞങ്ങളെന്ന് പറയാൻ കഴിയുക? ഒരു കുഞ്ഞു കരയുമ്പോൾ 1 കോടി ദൈവങ്ങൾ കരയുന്നു എന്നാണല്ലോ പറയുന്നതും കവിയും എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ കരയുമ്പോൾ ദൈവങ്ങൾ ഇനി കരയാൻ ബാക്കിയുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. ഇനി ഈ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ ഉയരുമ്പോൾ കരയാൻ ദൈവങ്ങൾ പോലും ബാക്കിയില്ലാത്ത അവസ്ഥയിലേക്ക് ലോകം നിൽക്കുന്ന അവസരത്തിൽ നരേന്ദ്രമോദിക്കല്ലാതെ വേറെ ആർക്കും ഞാൻ ഇസ്രയേലിന്റെ പക്ഷത്താണെന്ന് പറയാൻ പറ്റുകയില്ല.